രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് ഹോസ്ദുർ കോടതിയിൽ കീഴടങ്ങിയേക്കും. കോടതിക്ക് മുന്നിൽ വൻ പോലീസ് സംഘമാണ് ഉള്ളത്. ഷഫീഖ് നസ്രുള്ള ചേരുകയാണ്. ഷഫീഖ്, അതിർത്തിയിലുള്ള കോടതിയാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്നുള്ളൊരു അഭ്യൂഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കീഴടങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണുള്ളത്? മാങ്കൂട്ടം കർണാടക തുല്യ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന പ്രചാരണം രാവിലെ ശക്തമായിരുന്നു. അവിടെ നിന്ന് വളരെ എളുപ്പത്തിലെത്താവുന്ന കേരളത്തിലെ ഒരു കോടതി എന്ന അർത്ഥത്തിൽ ഹോസ്ദുർ കോടതിയിലെത്തും എന്നതായിരുന്നു രാവിലെ മുതലേ ഉണ്ടായിരുന്ന അഭ്യൂഹം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസ് രാവിലെ മുതൽ തന്നെ കാവലുണ്ടായിരുന്നു. ഇപ്പോൾ ഹോസ്ദുർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് ഹോസ്ദുർ കോടതി സമുച്ചയത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. കോടതി സമയം കഴിഞ്ഞിരിക്കുന്നു. മജിസ്ട്രേറ്റ് ഇവിടെ നിന്ന് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ആ സമയത്ത് കോടതി സമയത്ത് ഇവിടെ ഹാജരാകും എന്നായിരുന്നു രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അഭ്യൂഹം. എന്നാൽ ആ സമയങ്ങളിലൊന്നും എത്തിയിരുന്നില്ല. ഇപ്പോൾ ഹോസ്ദുർ കോടതിക്ക് മുൻപിൽ ഹോസ്ദുർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ നിന്ന് നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു വിവരവും അത്തരത്തിൽ ഇല്ല എന്നാണ്. സാധാരണ കീഴടങ്ങാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പോലീസ് സുരക്ഷ ഇവിടെ ഒരുക്കിയത് എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. പോലീസ് ബസ് ഉൾപ്പെടെ വലിയ ഒരു സന്നാഹം ഇവിടെ പോലീസിന്റെ വലിയ ഒരു സുരക്ഷാ വലയം തന്നെ തീർത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സുല്യ വഴി ഹോസ്ദുർഗിലെത്താനുള്ള ഒരു സാധ്യത പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. അതിന്റെ രഹസ്യ വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള സൂചന നമുക്ക് ലഭിക്കുന്നില്ല. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും അത്തരം ഒരു സൂചനകളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു സൂചനയും ലഭിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്താനുള്ള ഒരു സാധ്യത കണക്കിൽ കൂട്ടിയാണ് ഇപ്പോൾ ഹോസ്ദുർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കോടതി സമുച്ചയത്തിന് മുൻപിൽ ഹോസ്ദുർ കോടതി സമുച്ചയത്തിന് മുൻപിലാണ് ഇങ്ങനെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഉന്നത പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. രാഹുൽ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. രാഹുൽ നേരത്തെ സുല്യ കർണാടക അതിർത്തി സുല്യയിലുണ്ട്. സുല്യ വഴി കാസർഗോട്ടേക്ക് വരാൻ 3 വഴികളുണ്ട്. ഈ 3 വഴികളിൽ കണത്തൂർ വഴി വരികയാണെങ്കിൽ അത് കാഞ്ഞങ്ങാട് എത്തുക എളുപ്പമാണ്. അതോടൊപ്പം തന്നെ മറ്റു വഴികളിലൂടെയും കാഞ്ഞങ്ങാട് എത്താനുള്ള ഒരു വഴിയുണ്ട്. അങ്ങനെ ഈ പോലീസ് അവിടെ നിൽക്കുന്നത്, തമ്പടിച്ചു നിൽക്കുന്നത് സുരക്ഷയൊരുക്കാനാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കയറുന്നതിന് മുമ്പ് പിടികൂടാനാണോ? തീർച്ചയായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ എത്തുന്നതിന് മുൻപ് രാഹുലിനെ അറസ്റ്റ് ചെയ്യണം എന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുൻപ് ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സന്നാഹവും ഇവിടെയുണ്ട്. ഉന്നത പോലീസ് സംഘം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ കയറുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം എന്ന ഒരു നടപടിയിലേക്കാവും ഇവർ കടക്കുക എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അത്തരത്തിലൊരു നീക്കം സംബന്ധിച്ച് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു തരത്തിലുള്ള സൂചനയും പോലീസിന്റെ ഭാഗത്ത് നൽകുന്നില്ല. സാധാരണയുള്ള ഒരു എത്താനുള്ള ഒരു സാധ്യത പരിഗണിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കലാണ്, അത്തരം സന്നാഹം മാത്രമാണ് എന്ന കാര്യമാണ് പോലീസിന് നമുക്ക് ലഭ്യമാവുന്നത് വിവരം. ഇപ്പോഴും പോലീസ് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുകയും അത് പോലീസ് കണ്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചനയും പോലീസ് നൽകുന്നില്ല. ഇപ്പോൾ കർണാടക തുല്യ വഴി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന ഒരു സൂചന നേരത്തെ തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. ഒരു വലിയ അഭ്യൂഹം ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം പോലീസും ഈ കോടതി പരിസരങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം എത്തും എന്ന സൂചനയെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കോടതി സമയം പൂർത്തിയാവുന്നത് വരെ രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്തിയില്ല. രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്താനുള്ള ഒരു സാധ്യത പരിഗണിച്ചാണ് ഇപ്പോൾ കോടതി പിരിഞ്ഞതിന് ശേഷവും കാഞ്ഞങ്ങാട് നിന്നുള്ള ഹോസ്ദുർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്താനുള്ള ഒരു സാധ്യതയാണ് ഇവരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ വലയിലാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സൂചനയും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. പോലീസ് ഇവിടെ എത്തുകയാണെങ്കിൽ കീഴടങ്ങാനെത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടിൽ തന്നെയാണുള്ളത്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഈ വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ധാരാളം ആളുകളും നാട്ടുകാരും രാഹുൽ മാങ്കൂട്ടം ഇവിടെ കീഴടങ്ങുന്നതിന് എത്തുന്നു എന്ന വിവരമറിഞ്ഞ് ഈ കോടതി പരിസരത്ത് തമ്പടിച്ചിട്ടുണ്ട്. ഇത്രയും ദിവസം പോലീസിനെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പോലീസ് തമ്പടിച്ചിരിക്കുന്ന ഈ ഹോസ്ദുർ സ്റ്റേഷനിൽ കോടതി പരിസരത്തേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? കാരണം അദ്ദേഹം പോലീസിനെ വെട്ടിച്ച് കീഴടങ്ങാനാണല്ലോ ആഗ്രഹിക്കുന്നത്. പോലീസ് ഇവിടെ തമ്പടിച്ച സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വീണ്ടും കുറയുകയല്ലേ?
തീർച്ചയായും രാവിലെ മുതൽ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും മറ്റും പോലീസ് ഈ ഭാഗങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി സമുച്ചയത്തിന്റെ എല്ലാ വഴികളിലും പോലീസ് നിലയുറപ്പിച്ചിരുന്നു. ഏത് ഭാഗങ്ങളിലൂടെ ഏത് വാഹനത്തിൽ വന്നാലും അവിടെ പിടികൂടാനുള്ള അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് കടന്നത്. ഒരു കാരണവശാലും കോടതിയിലേക്ക് നേരിട്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പോലീസ് കണക്കുകൂട്ടിയിരുന്നു. അങ്ങനെ രാവിലെ മുതൽ തന്നെ 11 മണി മുതൽ കോടതി പ്രവർത്തനം ആരംഭിക്കുന്ന സമയം മുതൽ തന്നെ ഇവിടെ പോലീസ് അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കോടതി പിരിഞ്ഞതിനു ശേഷം നിലവിൽ ആ സമയത്തുണ്ടായിരുന്ന പോലീസൊക്കെ ഇവിടുന്ന് മടങ്ങിയിരുന്നു. പിന്നീടാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം നേരത്തെ ഉണ്ടാവാതിരുന്ന അത്രയും സന്നാഹം പോലീസ് ഇവിടെ എത്തുകയായിരുന്നു. അതിൽ നിന്ന് സൂചന നമുക്ക് ലഭ്യമായത് ഇവിടെ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഈ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടക തുല്യ ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ കീഴടങ്ങാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു കോടതി എന്നത് ഹോസ്ദുർഗ് കോടതിയാണ്. കർണാടകയിൽ നിന്ന് സുള്ളിയ വഴി നിന്ന് കാസർഗോഡ് എത്താനുള്ള കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതിയിൽ എത്താനുള്ള വഴി എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പല സന്ദർഭങ്ങളിലായി സുള്ളിയിൽ നിന്ന് കർണാടക അതിർത്തി വഴി ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത നേരത്തെ കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ നേരത്തെ അത്തരം ഒരു സൂചനയുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതി സമയം കഴിയുന്നത് വരെ കീഴടങ്ങാൻ എത്തിയിരുന്നില്ല.